അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസിങ് ഫോറിയർ ഇൻ്റഗ്രൽ ഷോ ദാറ്റ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity cos omega x plus omega sin omega x by 1 plus omega x 1 plus omega square d omega ഈക്വൽ ടു 0 if x. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് ഈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് തെളിയിക്കാനാണ് അല്ലേ. അപ്പോൾ ഇതാലോചിച്ചാൽ മതി. ഡി ഒമേഗ വരലൊക്കെ എവിടെയാണ്? ഈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിലാണ്. കണ്ടോ, ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഡി ഒമേഗ എന്നുണ്ടാവുക. ഓക്കെ അല്ലേ, f of x ഈക്വൽ ടു 0 to infinity. ഓക്കെ, അപ്പോൾ അത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണെന്ന് നമുക്ക് ആ പാറ്റേൺ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തത് എന്താണ്? നമ്മൾ ഫൈൻഡ് ദ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് f of x ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതിലെ ആ സെക്കൻഡ് പാർട്ടുകൾ ചെയ്തത് ഓർക്കണില്ല കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ഇതാ നമ്മളതിൻ്റെ ശേഷം ആദ്യം നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കണ്ടു. എന്നിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? ഈ ഇൻ്റഗ്രൽ പാർട്ടിനോട് നിർത്തിയിട്ട് ഈ 2/πനെ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ π/2 f of x കണ്ടോ. അപ്പോഴാണ് നമുക്ക് π/2ൻ്റെ ഒരു മൾട്ടിപ്ലിസിറ്റി വന്ന് കണ്ടോ, π/2 0 എന്നൊക്കെ കിട്ടിയത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഈ ലെഫ്റ്റ് പോർഷനുകൾ ശ്രദ്ധിക്കുക കണ്ടോ, ഈ റൈറ്റ് പോർഷൻ ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് ഷോ ദാറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് കണ്ടോ. ഇതേപോലെ ഫംഗ്ഷൻ വേറെയാണ് കണ്ടോ. ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity cos omega x, ഇതാണ് ആ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. കാരണം ഡി ഒമേഗയിൽ എൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 0 to infinity ആണ് ലിമിറ്റും അല്ലേ, അതിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ദാറ്റ് ഈക്വൽ ടു ഈ വലതുഭാഗത്തുള്ള ആൻസറിൽ 0 π/2 കണ്ടോ. ഈ π/2 എന്ന് പറയുന്ന മൾട്ടിപ്ലിസിറ്റി വരുന്നത് ഇതാ ഇവിടുന്നാണ് കണ്ടോ. ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയ ആൻസറാണിത് അല്ലേ. ഈ π/2 എങ്ങനെ വന്നത്? നമുക്ക് ഈ ഇവിടെയുള്ള ഈ 2/π ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. സാധാരണ f of xൽ π/2 ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് 1 0 മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ 2/πനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ π/2 ആയല്ലോ. ഈ π/2ൻ്റെ മൾട്ടിപ്ലിസിറ്റിയിലൂടെയാണ് നമുക്ക് ഈ π/2 ഇഫ് mod x ലെസ് ദാൻ 1 0 ഇഫ് mod x ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടിയത്. ഓക്കെ അല്ലേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ഈ ഭാഗം നമ്മൾ ചെയ്തല്ലോ, ഇതാണ് ഇവിടെ നിങ്ങളോട് തെളിയിക്കാൻ ഷോ ദാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ പറഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ള ജോലികൾ എന്തൊക്കെയാണ്? ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ വഴി ഈ ആൻസർ അവിടെ കിട്ടുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം f of x എന്താണെന്ന് അറിയണം. f of x ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല ഡയറക്റ്റായിട്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ f of x തന്നിരുന്നു. കാരണം f of x തന്നാലല്ലേ നമുക്ക് ആ ഇൻ്റഗ്രേഷനോട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. a of omega ആയാലും b of omega ആയാലും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് f of x അനിവാര്യമാണ്. അപ്പോൾ f of x ഇവിടെ നേരിട്ട് തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് അത് എടുക്കാവുന്നതാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്ന ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ഓഫ് f of x എന്നാണ് വരിക. ഇതാ ഇവിടെ നമ്മൾ ചെയ്തതനുസരിച്ച് കണ്ടോ ഇങ്ങനെ വരുള്ളൂ. അതെല്ലാ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെ വരിക. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് ആ ക്വസ്റ്റ്യൻ കണ്ടോ. ഇതേപോലത്തെ സാധനമാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഗസ് കൊടുക്കാം, ഈ π/2 πയും ആ മൾട്ടിപ്ലിസിറ്റി എന്ന് വന്നതാണെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച് നമുക്കിവിടെ പറയാൻ പറ്റും ഇതാ f of x എന്താ വരിക എന്നുള്ളത്. ലൈക്ക് ഇവിടെ നമ്മൾ ഒരു നിഗമനം കൊടുക്കുകയാണ്. f of x എന്ന് പറഞ്ഞാൽ ഈ π/2 ഒന്നും വേണ്ട. അപ്പോൾ അവിടെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. x ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ e⁻⁻x അല്ലേ. x ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ π/2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടിയതാണ്. x ലെസ് ദാൻ 0 ആണെങ്കിൽ 0. അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി? x ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ e⁻⁻x, ഈ പയ്യും π/2 കൊണ്ട് ഒഴിവായി കൊടുക്കുക. മൾട്ടിപ്ലിസിറ്റി അത് അതിന് കിട്ടുന്നതാണ്, നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ. അപ്പോൾ e⁻⁻x, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. കാരണം ഇവിടെ ഈക്വൽ ടു 0യും ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0യും സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അത് ഇതിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ x ഇത് മെർജ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് x 0 ആകുമ്പോൾ 1 എന്നാണ് അർത്ഥം. π/2 ഒക്കെ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. π/2 ഒഴിവാക്കി അവിടെ 1 വരിക. അപ്പോൾ 1 x ഈക്വൽ ടു 0, x ഗ്രേറ്റർ ദാൻ 0ന് e⁻⁻x. അപ്പോൾ നമ്മൾ ഇതുണ്ട് മെർജ് ചെയ്യാം. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ e⁻⁻x എന്ന് എടുക്കുക. കാരണം എന്താ, ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ e⁻0 എന്നാണ് വരിക. e⁻0 എന്നാൽ 1 കണ്ടോ. ഇത് നമ്മൾ മെർജ് ചെയ്ത് ഒരു 2 ഫോമിലാക്കുന്നു. ഓക്കെ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 0 ഇഫ് x ലെസ് ദാൻ 0 ഇതാ ഈ കാണിച്ച പോലെ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ ഫംഗ്ഷൻ്റെ ഷേപ്പ് വരുന്നതായിട്ട് അറിയാൻ പറ്റുന്നത്, ക്വസ്റ്റ്യൻ അനുസരിച്ച് അറിയാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ e⁻⁻x, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് 0 ഇഫ് x ലെസ് ദാൻ 0. കറക്റ്റ്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് നമ്മളെ എ ഓഫ് ഒമേഗ വരുന്നത്? വാട്ട് എബൌട്ട് എ ഓഫ് ഒമേഗ? എന്താ എ ഓഫ് ഒമേഗ? 1/π ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity f of x cos ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? എ ഓഫ് ഒമേഗയിലും ബി ഓഫ് ഒമേഗയിലും ഡി ഒമേഗ അല്ല ഡി എക്സ് വരാം കേട്ടോ. ദാറ്റ് ഈക്വൽ ടു 1/π. ഓക്കെ അല്ലേ? 1/π. സോറി, 0 to infinity അല്ലല്ലോ ഇവിടെ വരിക. എന്താ വരിക? -∞ to infinity കേട്ടോ. അറിയാതെ എഴുതിപ്പോയതാണ്. ഓക്കെ അല്ലേ? നമ്മൾ ആ ഫോർമുല നോക്കിയാൽ മതി, നിങ്ങൾ നോട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ എ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ 1/π ഇൻ്റഗ്രേഷൻ ഫ്രം -∞ to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് -∞ to infinity എന്നാണല്ലോ ടോട്ടൽ ആക്സസ് വരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എക്സ് ഏത് മുതൽ തുടങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് e⁻⁻x എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് 0 ഓൺവേർഡ്സ് ആണ് വരുന്നത്. 0 തൊട്ട് ഇൻഫിനിറ്റി, കാരണം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലോവർ ബൗണ്ട്, അതായത് 0 മുതലാണ് തുടങ്ങുന്നത് അല്ലേ? പക്ഷേ ഏത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നില്ല. അപ്പോൾ ഇറ്റ് ക്യാൻ ഗോ അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ e⁻⁻x 0ൻ്റെ താഴെ 0 ഫംഗ്ഷൻ്റെ ഇമേജ് വരുന്നത്. അതായത് ഫംഗ്ഷൻ്റെ ഇമേജ് വരുന്നത്, വാല്യൂ വരുന്നത് 0 ആണ് എക്സ് <0 ആകുമ്പോൾ, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ. അതേസമയം e⁻⁻x ആണ് വരുന്നത് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ 0 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നേരത്തെ നമ്മൾ കണ്ട പോലെ, നേരത്തെ നമ്മൾ 1ഉം 0യും വന്നപ്പോൾ ആ 1 എടുത്ത പോലെ. അപ്പോൾ e⁻⁻x വരുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് അല്ലേ? അപ്പോൾ ഈ -∞ to infinity എന്നുള്ള ഈ ടോട്ടൽ ആക്സസിനെ, ഈ റേഞ്ചിനെ നമ്മൾ ഒന്ന് മാറ്റി എഴുതുക. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഏത് മുതലേ പ്രൊവിഷനുള്ളൂ? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. കാരണം മനസ്സിലായോ? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് എഫ് ഓഫ് എക്സിനെ e⁻⁻x. ശരിക്കും പറഞ്ഞാൽ ഈ എ ഓഫ് ഒമേഗ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ എഫ് ഓഫ് എക്സ് എന്താണെന്നുള്ളത് അവിടെ കറക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ് അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ e⁻⁻x, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0. ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് e⁻⁻x ആണ് എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത്. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് വരുന്നത്. അതേസമയം ഈ പറയുന്ന റേഞ്ച് അല്ലാതെ, അതായത് 0 to infinity അല്ലാത്ത റേഞ്ചാണ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞത്, നെഗറ്റീവ് എന്ന് പറഞ്ഞത്. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 നമ്മളെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 0 വരാത്ത ടേം നോക്കിയാൽ മതി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളൂ. അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് e⁻⁻x അല്ലേ? കൂടെ കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരിട്ട്, കാരണം ഇത് ചെയ്യാൻ കുറേ പ്രൊസീജിയർ വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളൊരു ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ആ ഫോർമുല കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന ഫോർമുല ശ്രദ്ധിക്കുക ഉണ്ടോ? ഇത് നമുക്ക് ഈ രണ്ട് ഫോർമുല പഠിച്ചു വെക്കാം. ഇൻ്റഗ്രൽ e⁻⁴ cos bx, ഈ പാറ്റേണിൽ വരുമ്പോൾ ആൻസർ e⁻⁴/a². അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം വന്നിരിക്കുന്നത് കണ്ടോ? e⁻⁴/a² + b² a cos bx + b sin bx എന്നാണ്. അതേസമയം e⁻⁴ sin bx ആണെങ്കിൽ e⁻⁴/a² + b² a sin bx - b cos bx എന്നാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് റിസൾട്ടാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. കാരണം ആ ഫോമാറ്റിലാണ് ഉള്ളത് അല്ലേ? എൻ്റെ സ്ഥാനത്ത് -1 ബീൻ്റെ സ്ഥാനത്ത് ഒമേഗയാണ്. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ പാറ്റേൺ അനുസരിച്ച് എന്താണ് റിസൾട്ട് ഇവിടെ വരിക നമുക്ക്? ദാറ്റ് ഈക്വൽ ടു ഓൾറെഡി വി ഹാവ് 1/π അത് കൊടുത്താൽ മതി, ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ശ്രദ്ധിക്കുക -1 ആണ്, ബീൻ്റെ സ്ഥാനത്ത് ഒമേഗയാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? e⁻⁴x ദാറ്റ് ഈസ് e⁻⁻x അല്ലേ? ബൈ a² + b². എൻ്റെ സ്ഥാനത്ത് -1 ആണ്, അപ്പോൾ -1² + ω². ഓക്കെ, ബ്രാക്കറ്റ് a cos bx, a വൺസ് അഗെയിൻ -1, അപ്പോൾ cos b എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്, ω(x) + b വീണ്ടും ഒമേഗ. ഓക്കെ അല്ലേ? ഈ സ്ഥാനത്ത് ആ വാല്യൂ കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. sin bx ദാറ്റ് ഈസ് ω(x). ഇതിനാണ് നമുക്ക് ലിമിറ്റ് കൊടുക്കാനുള്ളത്. എന്തെന്ന്? 0 to ഇൻഫിനിറ്റി എന്ന് കൊടുക്കാനുള്ളത്. ഓക്കെ അല്ലേ? 0 to ഇൻഫിനിറ്റി എന്ന് കൊടുക്കാനുള്ളത്.
ദാറ്റ് ഈക്വൽ ടു ഇവിടെ ഈ റേഞ്ച് 0 to ഇൻഫിനിറ്റി വരാൻ കാരണം മനസ്സിലായില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ -1 to 1 എടുത്തത് കാരണം അവിടെ എക്സിൻ്റെ റേഞ്ച് -1 മുതൽ 1 വരെ ഉള്ളുമായിരുന്നു. ഓക്കെ അല്ലേ? ഫംഗ്ഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട -1 to 1 എടുത്തത്. പക്ഷേ ഈ കേസിൽ അത് ഏത് മുതൽ ഏത് വരെ പോകാൻ പറ്റും? 0 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. ഓക്കെ അല്ലേ? ആണ് വ്യത്യാസം കേട്ടോ. 0 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുക എന്നുള്ള ജോലിയും കൂടെ വരുന്നുണ്ട് അല്ലേ. സോ 1/π ബാക്കി e⁻⁻x ബൈ -1 സ്ക്വയർ 1 ആണല്ലോ, 1 + ω² ബ്രാക്കറ്റ് -cos ω(x) + ω sin ω(x) ഫ്രം 0 to ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്സിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി, പിന്നീട് എക്സിൻ്റെ സ്ഥാനത്ത് 0 -ഇട്ട ശേഷം. അപ്പോൾ 1/π ഓൾറെഡി ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. e⁻⁻x-ൽ എക്സിന് നേരിട്ട് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് e⁻⁻∞ എന്നല്ലേ വരിക. e⁻⁻∞ വാല്യൂ 0 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ e⁻⁻∞ എവിടെ കണ്ടു കഴിഞ്ഞാലും 0 കൊടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ ഈ കേസിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ, ആദ്യപടി ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻⁻∞ ഡിവൈഡഡ് ബൈ 1 + ω² എന്ന് വരും. ഓക്കെ അല്ലേ? അത് ചെയ്യണ്ട. കാരണം e⁻⁻∞ എന്താണ്? 0 ആണ്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ കണ്ട് ക്യാൻസലായി പോയിക്കോളും. അപ്പോൾ അവിടെ അപ്പർ ലിമിറ്റ് 0 വരുന്നത്. അതങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനെ വരുന്നുണ്ടെങ്കിലൊക്കെ അത് 0 ആവും. e⁻⁻∞ ഇവിടെ കണ്ടാലും 0 വരും. ഓക്കെ, മൈനസ്. ഇനി ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ വരിക? e⁻⁻0 നമ്മൾ പറയാറില്ലല്ലോ, 0 ഡിവൈഡഡ് ബൈ 1 + ω² ഇൻറ്റു ബ്രാക്കറ്റ് -cos ω ഇൻറ്റു 0. cos 0 ഒമേഗനെ 0നെ എന്തുകൊണ്ട് ഗുണിച്ചാലും 0 തന്നെയാണല്ലോ. 100 ആയാലും 1 lakh ആയാലും ഒക്കെ. അപ്പോൾ cos 0 + ω sin 0. ഓക്കെ അല്ലേ? എക്സിന് 0 കൊടുത്തു. ദാറ്റ് ഈക്വൽ ടു 1/π 0 മൈനസ് e⁻0 1 ആണ് അല്ലേ. അപ്പോൾ 1/1 + ω² ബ്രാക്കറ്റ് -cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ -1 + ω ഇൻറ്റു sin 0 എന്താണ്? 0 ആണ്. അപ്പോൾ ഒന്നും കൂടെ ചുരുക്കിയാൽ നമുക്ക് എന്ത് കിട്ടും ഫൈനലായിട്ട്? ദാറ്റ് ഈസ് 1/π, ഈ ഫസ്റ്റ് ടൈം 0 ആണ് എഴുതണ്ട, ബാക്കി -1/1 + ω² ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ എന്താ ബാക്കി ഉണ്ടാവുക ബാലൻസ് ആയിട്ട്? -1 + 0 ദാറ്റ് ഈസ് -1 അല്ലേ. ഇതാണിപ്പോൾ നമ്മളെ ഈ വലിയ ബ്രാക്കറ്റിനുള്ളിൽ ബാക്കി വരുന്നത്, ബാലൻസ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈക്വൽ ടു, ഇത് ഇൻറ്റു എന്നാണ് കേട്ടോ. അപ്പോൾ -1 × -1 1 ആണ് അല്ലേ. അപ്പോൾ 1/π ഇൻറ്റു 1/1 + ω². ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന a ഓഫ് ഒമേഗയുടെ ഔട്ട്പുട്ട്. കറക്റ്റ് അല്ലേ? ഇനി ഇതേപോലെ നമുക്ക് b ഓഫ് ഒമേഗ കൂടി കാണണം. b ഓഫ് ഒമേഗ കൂടി കാണണം. അപ്പോൾ നമുക്ക് ഇനി b ഓഫ് ഒമേഗയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ അത് വേണമെങ്കിൽ ഒന്ന് മെർജ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ π ഇൻറ്റു 1 + ω² അങ്ങനെ എഴുതാം. ഇനി അടുത്തത് b ഓഫ് ഒമേഗ. ഇതേപോലെ b ഓഫ് ഒമേഗ എന്താ വരിക? b ഓഫ് ഒമേഗ എന്ന് പറയുമ്പോൾ 1/π ഇൻ്റഗ്രേഷൻ ഫ്രം -∞ to ഇൻഫിനിറ്റി. ശ്രദ്ധിക്കണം കേട്ടോ. -∞ to ഇൻഫിനിറ്റി f of x sin ω(x) dx. ഓക്കെ അല്ലേ? ഇതാണല്ലോ വരുന്നത്, ശരിയല്ലേ? ദാറ്റ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രേഷൻ. നമ്മൾ നേരത്തെ a ഓഫ് ഒമേഗ പറഞ്ഞ അതേ റീസൺ തന്നെ, -∞ തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ആക്സസ് ഉണ്ട് നമുക്കിവിടെ, പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ എക്സിൻ്റെ വേരിയേഷൻ ഏത് മുതൽ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന f ഓഫ് എക്സിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് എവിടെ മുതലാണ് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് ഫംഗ്ഷൻ അവിടെ e⁻⁻x ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതല്ലാത്ത കേസിൽ, അതായത് 0 തൊട്ട് ഇൻഫിനിറ്റി അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0ൻ്റെ താഴേക്ക് നെഗറ്റീവ്, അവിടെ ഫംഗ്ഷൻ 0 ആണ്. അവിടെ ഇല്ല, അത് ചെയ്യണ്ട, അവിടെ ഫംഗ്ഷൻ ഇല്ല. ഓക്കെ അല്ലേ? ഇമേജ് 0 ആണ്. അപ്പോൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ.
അപ്പോൾ നമ്മൾ അതേപോലെ റേഞ്ച് ഇവിടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് എക്സിന് കൊടുക്കാം. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നത് ഏത് റീജിയനിൽ മാത്രമാണ്, റേഞ്ചിൽ മാത്രമാണ്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. കാരണം 0ൻ്റെ താഴേക്ക് ഫംഗ്ഷൻ 0 ആണെന്നാണ് പറയുന്നത്. അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 0 ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല എല്ലാവരും. അപ്പോൾ 0 തൊട്ട് മുകളിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ ആക്ടിവേഷനായിട്ട് കിടക്കുന്നത്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി f(x) എന്താണ്, e⁻⁻x അല്ലേ. f(x) നമ്മളെടുത്തത് പ്രകാരം e⁻⁻x ആണ് അല്ലേ. യെസ്, e⁻⁻x. അപ്പോൾ എന്താ വരിക? ഓക്കെ, അപ്പോൾ e⁻⁻x sin ωx dx. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫോർമുലയാണ് ഇവിടെ വരുന്നത്. ഏതാ ഫോർമുല? ഇൻ്റഗ്രൽ e⁻ax sin bx അല്ലേ. ഇവിടെ dx എന്നുണ്ടാവും കേട്ടോ. ഈക്വൽ ടു e⁻ax/a² + b² a sin bx - b cos bx. ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഈ രണ്ട് ഫോർമുലയിലും ഈ ഫസ്റ്റ് ടേം കോമണാണ്, e⁻ax/a² + b². പിന്നെ ഫസ്റ്റ് റിസൾട്ട് e⁻x cos bx ആണ് അല്ലേ. അതിൽ ഈ സെക്കൻഡ് ഫാക്ടറായിട്ട് വരുന്ന a cos bx + b sin bx നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അത് ഈ കോസ് മാറി സൈൻ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ് നോക്ക്. കോസ് മാറി സൈൻ ആകുമ്പോൾ a cos bx എന്നുള്ളത് a sin bx എന്നാകുന്നു. കണ്ടോ, a sin bx പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക, -b cos bx. അതായത് ഇവിടുത്തെ കോസിനെ ഇവിടെ നമ്മൾ സൈൻ ആക്കുന്നു, ഇവിടുത്തെ സൈനെ നമ്മളിവിടെ കോസ് ആക്കുന്നു, പ്ലസ് ഉള്ളത് മൈനസ് ആക്കുന്നു. ഒരടിമുടി ചേഞ്ച്. അപ്പോൾ e⁻ax cos bx dx കാണാതെ പഠിച്ചാൽ e⁻x sin bx ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക പറഞ്ഞേ ഈ കേസിൽ? ദാറ്റ് ഈസ് e⁻ax a-1 ആണല്ലോ /a² പ്ലസ് b എന്ന് പറഞ്ഞാൽ ഒമേഗ തന്നെ, b² ഇൻറ്റു a മീൻസ് -1 കേട്ടോ. a എന്ന് എഴുതണ്ട, നമ്മൾ ഫോർമുല എഴുതി പോയതാണ്. a എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ a sin bx ദാറ്റ് ഈസ് മൈനസ് സൈൻ b ഒമേഗയാണ്, ωx മൈനസ്. അപ്പോൾ a sin bx മൈനസ് b cos bx. b മീൻസ് വാട്ട്? ഒമേഗ കോസ് ωx. ഓക്കെ അല്ലേ? എന്താ സംശയം ഉണ്ടെങ്കിൽ ഫോർമുല ഒന്ന് പരിശോധിച്ചാൽ മതി നിങ്ങൾ. യെസ്, കണ്ടില്ലേ, ഇതാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലിമിറ്റ് കൊടുക്കാം, കഴിഞ്ഞ കേസ് പോലെ തന്നെ, ഫ്രം 0 ടു ഇൻഫിനിറ്റി. കറക്റ്റ്. ദാറ്റ് ഈക്വൽ ടു 1/π e⁻x/1 + ω² മൈനസ് സൈൻ ωx മൈനസ് ഒമേഗ കോസ് ωx ഫ്രം 0 ടു ഇൻഫിനിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യ ലിമിറ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ എക്സിൽ ഇൻഫിനിറ്റി വന്നാൽ അവിടെ e⁻∞ ആവും. e⁻∞ എന്താണ്? 0 ആണ്. 0 × any മൾട്ടിപ്പിൾ 0. ബാക്കിയുള്ളത് നോക്കുക വേണ്ട, അത് 0 ആയിപ്പോയി. മൈനസ് അടുത്തത് ലോവർ ലിമിറ്റ് കൊടുക്കുക, 0 കൊടുക്കുക ഇതേ സ്പോട്ടിൽ. അപ്പോൾ e⁻0 നേരത്തെ കണ്ടതുപോലെ തന്നെ 1 + ω² ബ്രാക്കറ്റ് മൈനസ് സൈൻ. അങ്ങനെ നോക്കി, ഈ 0 കൊടുക്കുന്നത് ഈ സൈനിൻ്റെയും കോസിൻ്റെ ഉള്ളിലാണല്ലോ. സൈനിൻ്റെ ഉള്ളിൽ കൊടുത്താൽ അവിടെ സൈൻ 0 വരും. ഇതുപോലെ മൈനസ് ഒമേഗ ഇൻറ്റു കോസിൻ്റെ ഉള്ളിൽ കൊടുത്താലോ ഇവിടെ കോസിന് 0 വരും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ കിട്ടുക? ദാറ്റ് ഈസ് 1/π 0 എഴുതണ്ട, മൈനസ് e⁻0 1 ആണല്ലേ, 1/1 + ω² ഇൻറ്റു ഈ ബ്രാക്കറ്റിലോ സൈൻ 0 0 ആണ്, എഴുതണ്ട, മൈനസ് ഒമേഗ ഇൻറ്റു കോസ് 0 1 ആണ്. ദാറ്റ് മീൻസ് 1/π -1/1 + ω² ഇൻറ്റു മൈനസ് ഒമേഗ. മൈനസ് ഒമേഗ ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ തന്നെയാണ്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ബാക്കി എന്താ വരിക? 1/π ഇൻറ്റു ω/1 + ω². ഓക്കെ അല്ലേ? ദാറ്റ് ഈക്വൽ ടു മെർജ് ചെയ്താൽ 1 × ω ω/π ഇൻറ്റു
1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ഇപ്പോൾ നമുക്ക് ബി ഓഫ് ഒമേഗ കിട്ടുന്നത്. ഓൾറെഡി നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തും കൂടെ ആയി ബി ഓഫ് ഒമേഗ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ത് വരും? ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മളെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ? ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഡി ഒമേഗ വരിക കേട്ടോ. ഈ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനിലാണ് ഈ ഡി ഒമേഗ എന്ന് വരില്ല, മറ്റേ ഡി എക്സ് എന്ന് വരിക എ ഓഫ് ഒമേഗയിലും ബി ഓഫ് ഒമേഗയിലൊക്കെ. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity വാട്ട് ഈസ് എ ഓഫ് ഒമേഗ? എ ഓഫ് ഒമേഗ നമ്മൾ നേരത്തെ കണ്ടുവച്ചാണല്ലോ. എ ഓഫ് ഒമേഗ 1/π ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ. 1/π ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ, ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ. എന്താണ് ബി ഓഫ് ഒമേഗ കിട്ടിയത് നമുക്ക്? ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ കറക്റ്റ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനായിട്ട് കിട്ടുന്നത് അല്ലേ. ഇതിൻ്റെ അകത്ത് കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഒമേഗ അല്ലാത്ത ടേംസിനെ. ഡി ഒമേഗയാണ് അവിടെ. അപ്പോൾ ഒമേഗയാണ് വേരിയബിൾ കേട്ടോ. ഒമേഗന് ഒരു കാരണവശാലും കോമൺ ആണെങ്കിലും പുറത്തെടുക്കരുത്. ഒമേഗ അല്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് കോമൺ ഫാക്ടർ ആയിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ അകത്ത് നോക്ക്, ഫസ്റ്റ് ടേമിൽ 1/π ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ, സെക്കൻഡ് ടേമിൽ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ 1 പ്ലസ് ഒമേഗ സ്ക്വയറിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, അത് ഇൻ്റഗ്രേഷൻ്റെ അകത്ത് തന്നെ നിർത്തണം. പക്ഷേ 1/π രണ്ടിലും കോമൺ അല്ലേ, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ 1/πനെ പുറത്തെടുത്താൽ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity ഇവിടെ എന്താ ഉണ്ടാവുക? കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ അല്ലേ, ഇൻറ്റു ഡി ഒമേഗ. കറക്റ്റ് അല്ലേ എഴുതിയത്? ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിത് മെർജ് ചെയ്യാമല്ലോ അല്ലേ. മുകളിൽ കൂട്ടാൻ മതി, ജസ്റ്റ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ കറക്റ്റ് അല്ലേ, ഇൻറ്റു ഡി ഒമേഗ. ക്ലിയർ? ഇങ്ങനെ എഴുതി വെക്കാം നമുക്ക്. യെസ്. ഇനി ഇവിടെ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? എന്താണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തെളിയിക്കാനുള്ളത്? എന്താണ് നമ്മുടെ ടാർഗറ്റ്? അതിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ യൂസിങ് ഫോറിയർ ഇൻ്റഗ്രൽ. ഓക്കെ, ഷോ ദാറ്റ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity. കണ്ടോ? അപ്പോൾ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാൻ കാരണം എന്താണ്? ആ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് നമുക്ക് ഈ സാധനം കിട്ടുക. കണ്ടോ? നമുക്കിപ്പോൾ ഷോ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LHS കൊണ്ട് RHS വെരിഫൈ ചെയ്യണമല്ലോ, പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു, സിംപ്ലിഫൈ എന്ന് പറയാം. അങ്ങനെ അതാണല്ലോ ഈ ഷോ ദാറ്റും വെരിഫൈ ഒക്കെ ഒന്ന് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നേരണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോറിയർ ഇൻ്റഗ്രൽ വഴി. ഇത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് മനസ്സിലായില്ലേ? കാരണം ഈ 0 to infinity എന്നുള്ള റേഞ്ച് മാത്രമല്ല ഡി ഒമേഗ ഒന്നുകൊണ്ട് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കണ്ടെത്തുന്ന പോലെ ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആദ്യം കണ്ടെത്തി. ഓക്കെ അല്ലേ? ഇനി അതിൽ നിന്ന് നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ എങ്ങനെ കിട്ടണം എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി. ഒന്ന് ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഈ സാധനം നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ. എന്താ നമുക്കിപ്പോൾ എത്തി നിൽക്കുന്ന സ്പോട്ട് ഏതാണ്? യെസ്, ഇതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്പോട്ട്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് വൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എൻഡിൽ ചെയ്ത പോലെ ഈ പൈ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫ്രം 0 to infinity കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡി ഒമേഗ ഈക്വൽ ടു പൈ അങ്ങോട്ട് പോയാൽ എന്താവും? പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാവും.
പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാവും അല്ലേ. ദാറ്റ് ഈക്വൽ ടു പൈ ഇൻറ്റു ഈ കേസ് അനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്താണ് നമ്മളെടുത്തത് പ്രകാരം എഫ് ഓഫ് എക്സ് മീൻസ് ഇ റൈസ് ടു മൈനസ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് നമ്മൾ എടുത്തിരുന്നല്ലോ അവിടെ. യെസ്, ഇ റൈസ് ടു മൈനസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇ റൈസ് ടു മൈനസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് ലെസ് ദാൻ 0 ദാറ്റ് ഈക്വൽ ടു വാട്ട്? അപ്പോൾ ദാറ്റ് ഈക്വൽ ടു എന്താ വരിക? ഈ പൈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ ഇ റൈസ് ടു മൈനസ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ 0 എക്സ് ലെസ് ദാൻ 0 അല്ലേ. പക്ഷേ നമുക്ക് തെളിയിക്കേണ്ട ആൻസർ ഇതാ ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡ് വരുന്നത് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ചെറിയൊരു വ്യത്യാസം? ക്വസ്റ്റ്യനിൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്? ഇതാണ് കാണിക്കേണ്ടത് നമുക്ക്. കണ്ടോ, ഇതേ സാധനം വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് തന്നെ നമുക്ക് കിട്ടിയത്. ദാറ്റ് ഈക്വൽ ടു 0. ഇത് ഓക്കെയാണ്, എക്സ് ലെസ് ദാൻ 0. പക്ഷേ എക്സ് 0 ആകുമ്പോൾ π/2 എന്നും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പൈ റേസ്റ്റ് മൈനസ് എക്സ് എന്നാണ് കിട്ടേണ്ടത് അല്ലേ. ഇതിൽ ഈ 2 പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പൈ റേസ്റ്റ് മൈനസ് എക്സ് എന്നും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0 എന്നും കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ π/2 എന്നും കൂടെ തെളിയിക്കണം. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുത്തില്ലേ, ഓർ ഈക്വൽ ടു എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ, അതുകൂടെ ക്ലിയർ ആവും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ എടുത്താൽ മതി. ഓർ ഈക്വൽ ടു എന്നുള്ളത് കൺസിഡർ ചെയ്യണ്ട. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുക, എക്സ് ലെസ് ദാൻ 0 എന്ന് എടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും മാറ്റൊന്നും വേണ്ട. എടുക്കുമ്പോൾ അവിടെ മാത്രം ഇൻ്റഗ്രേഷനിലൊന്നും വ്യത്യാസം വരില്ല. ഒക്കെ അതേപോലെ ചെയ്താൽ മതി, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഈ ലാസ്റ്റ് എൻഡിൽ ഇതേപോലെ തന്നെ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ മതി. ഓക്കെ, അതെ, എക്സ് ലെസ് ദാനും എക്സ് ഗ്രേറ്റർ ദാനും ഇവിടെയും ഓക്കെ അല്ലേ. ഇങ്ങനെ മതി. അപ്പോൾ നമുക്കിവിടെ തെളിയിക്കേണ്ടത് എന്താണ്? ആക്ച്വലി എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പൈ, അത് ശരിയാണ്, പൈ റേസ്റ്റ് മൈനസ് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങോട്ട് മുകൾക്കും താഴെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഇടയിലൊരു സാധനം കൂടി വരാനുണ്ട്. എക്സ് ഈക്വൽ ടു 0 ആക്കുമ്പോൾ π/2 ആണ് എന്ന് ഇവിടെ വരണം. ഇത് ഇതിൽ വന്നിട്ടില്ല. ഈ നമ്മളെ കിട്ടിയ ആൻസറിൻ്റെ അകത്ത് അത് മിസ്സിങ് ആണ് ടൈം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ. ഇങ്ങനെ ഒരു പോയിൻ്റ് കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതാണല്ലോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിൻ്റ്, 0 എടുത്ത ബൗണ്ടറി പോയിൻ്റ്, കാരണം എന്താ, 0ൻ്റെ മുകളിൽ ഫംഗ്ഷനായിട്ട് വരുന്നത് പൈ ഇ റേസ്റ്റ് മൈനസ് എക്സ് ആണെങ്കിൽ 0ൻ്റെ താഴേക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് വരുന്നത്, ഫംഗ്ഷൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് 0 ആണെന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ 0 എന്ന ബൗണ്ടറി പോയിൻ്റ്, ഈ ബൗണ്ടറി വാല്യൂവിനെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ വാല്യൂ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ വാല്യൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയും. നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്താൽ മതി. എഫ് ഓഫ് എക്സ് അവിടെ ഇതാണ് എഫ് ഓഫ് എക്സ്, കണ്ടോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇ റേസ്റ്റ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് എന്നാണ് ആൻസർ വരുന്നത്. ഇവിടെ നോക്കിയാൽ മതി. എഫ് ഓഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇ റേസ്റ്റ് മൈനസ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ബൗണ്ടറി വാല്യൂ ഞാൻ പറഞ്ഞു ഏതാണ്, 0 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ബൗണ്ടറി വാല്യൂവിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ജസ്റ്റ് നമ്മൾ നോക്കുക. അത് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി അറിയാം. ഈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ എഫ് ഓഫ് 0+ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ 0+ൻ്റെ മീനിങ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഏതാണ്? ഇ റേസ്റ്റ് മൈനസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0+ൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഓപ്ഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ കിട്ടും. എന്താണ് എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 0 -0 എന്ന് പറയില്ലല്ലോ, അത് 1 ആണ്. ഓക്കെ അല്ലേ ഈ കേസിൽ കേട്ടോ. അതേപോലെ എഫ് ഓഫ് 0- എടുക്കുക. എഫ് ഓഫ് 0- ഇത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ഇതിന് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള ലിമിറ്റും എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴുള്ള ലിമിറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള ലിമിറ്റ് എന്താ വരുന്നത് ഇവിടെ നമുക്ക്? അപ്പോൾ നമ്മൾ ലിമിറ്റാണ് നോക്കേണ്ടത് കേട്ടോ. ലിമിറ്റ് മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള ലിമിറ്റ്, അതായത് എഫ് ഓഫ് 0+ തന്നെ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള ലിമിറ്റ് എന്താ വരുന്നത്? 1 ആണ്. അതേസമയം എക്സ് ലെസ് ദാൻ 0ലോ
നമുക്ക് ലിമിറ്റ് വരുന്നത് എന്താണ് നോക്ക്, എഫ് ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്, 0 എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 വരുന്നത്. ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ വന്നാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഇങ്ങനെ വരുന്ന കേസിൽ ഇതിപ്പോൾ ചില ക്വസ്റ്റ്യനിൽ 1 ആവും വരിക അവിടെ 0ൻ്റെ സ്ഥാനത്ത്, ചിലയിടത്ത് 2 ആവും വരിക. അപ്പോൾ അതിനെ നമ്മൾ ബൗണ്ടറി വാല്യൂ എന്ന് പറഞ്ഞത്. ആ ബൗണ്ടറി വാല്യൂവിൻ്റെ റൈറ്റും ലെഫ്റ്റും ലിമിറ്റ് ചെക്ക് ചെയ്യുക. ലിമിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് നോക്കുക. അതിൻ്റെ അകത്ത് ആ പോയിൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 0 ആയതുകൊണ്ട് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. 1 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക, 2 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അത് ഈ രണ്ട് സ്ഥലത്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കേസിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്, 1 ആണ്. ബിക്കോസ് 0:0 1 ആണ്. അതേസമയം ലെഫ്റ്റ് ഹാൻഡ് 0 വരുന്നത് ഇവിടെ ഓൾറെഡി എന്താണ്, ഇറ്റ് ഈസ് 0 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയാൽ മാത്രമേ ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടാവുള്ളൂ. ഫംഗ്ഷന് ലിമിറ്റ് ഉണ്ടെങ്കിലേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ലിമിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ടീഷൻ കൂടെ വരാണ്ട് ആ ലിമിറ്റും ഫംഗ്ഷൻ്റെ വാല്യൂം സെയിം ആയിട്ട് വരണം എന്നുള്ളതാണ് ആ പോയിന്റിൽ. അപ്പോൾ എനിവേ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒരു കാരണവശാലും കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ ഈ കേസിൽ ഫംഗ്ഷൻ എന്തല്ല, എഫ് ഓഫ് എക്സ് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ, ഓക്കെ അല്ലേ, കണ്ടിന്യൂറ്റി അങ്ങനെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ, സിമ്പിൾ. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ 0 എന്നുള്ള പോയിൻറ്റിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് ഈ ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത ഇൻ്റഗ്രൽ ഫ്രം 0 to ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൽ എങ്ങനെയാണെന്നറിയോ? ഇറ്റ്സ് വാല്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് ഏതാണ് ആ പോയിൻ്റ് കേട്ടോ. ആ പോയിൻ്റ് ഏതാ വെച്ചാൽ ജനറലായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ 0 ഇവിടെ 0 ആണ്. ജനറലായിട്ട് ഇപ്പോൾ എ എന്നുള്ള പോയിൻറ്റിലാണ് അങ്ങനെ സംഭവിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ മൈനസ് ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഈ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും. ഇവിടെ എൻ്റെ സ്ഥാനത്താരാണ്, 0 ആണ് അല്ലേ? അപ്പോൾ എന്താണ് ഈ കേസിൽ വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാല്യൂ, ദെർഫോർ വാല്യൂ ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ ഈക്വൽ ടു വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 മൈനസ് ഓൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എഫ് ഓഫ് 0 പ്ലസ്, അത് നമ്മൾ നേരത്തെ നോക്കി. ഇതാ എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എടുക്കേണ്ടത് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കാനാണ് ആ എഫ് ഓഫ് എക്സ് ചെക്ക് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയ സാധനം ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. സോ വാട്ട് ഈസ് എഫ് ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് എന്താണ്, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ വരുന്നത് എന്താണ്, പൈ ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ് അല്ലേ. ഇതിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, പൈ ഇ റൈസ് ടു 0 ദാറ്റ് ഈസ് പൈ പ്ലസ് എഫ് ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസ്. അപ്പോൾ ലെസ് ദാൻ, ഈ മൈനസും പ്ലസിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വാല്യൂ, മൈനസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ. ഓക്കെ അല്ലേ? അപ്പോൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ എ, വാല്യൂ ഓഫ് ഫംഗ്ഷൻ വെൻ എക്സ് ഗ്രേറ്റർ ദാൻ എ. ഇത് വാല്യൂ ഓഫ് ഫംഗ്ഷൻ വെൻ എക്സ് ലെസ് ദാൻ എ. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽ ടു പൈ ബൈ 2. യെസ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഏത് പോയിൻറ്റിൽ, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയതുകൊണ്ട് ആ പോയിൻറ്റിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മളൊന്നും കൂടെ മോഡിഫൈ ചെയ്യാം. ദെർഫോർ ദ ഗിവൺ ഇൻ്റഗ്രൽ ഈക്വൽസ്, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ സാധനം 0 to ഇൻഫിനിറ്റി പിന്നെന്താ കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു ഇതും കൂടെ ആഡ് ചെയ്യാം. എന്തൊക്കെ കിട്ടിയത് നമുക്ക്, ആ ക്വസ്റ്റ്യൻ്റെ ഓർഡർ തന്നെ നമുക്ക് കാണിക്കാം. അവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ വരുന്നത്, ക്വസ്റ്റ്യൻ ഇപ്പം എങ്ങനെയാണ് ചോദിച്ചത്, ഇതാ എക്സ് ലെസ് ദാൻ 0 എക്സ് ഈക്വൽ ടു 0 പൈ ബൈ 2 എക്സ്. ഓക്കെ, അതേപോലെ കാണിക്കാം നമുക്ക്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ 0
0 if x less than 0. Then x equal to pi by 2 ആണെന്നുണ്ടെങ്കിൽ x equal to 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണെന്ന് pi by 2. ഓക്കെ അല്ലേ? ആണ് എൻ്റെ മീനിങ്. എക്സ് 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് നമുക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(0) പ്ലസ് f(0) മൈനസ് ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 0 എന്നുള്ള പോയിൻറ്റിൽ ഫംഗ്ഷൻ്റെ ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ വരുന്നത് എന്താണ്? pi by 2, ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച്. ഇനി അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ pi e−x. ഇതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഈ ഓർഡർ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇതന്നെയാണ് സാധനം. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് അങ്ങനെ എഴുതിയാൽ മതി. എന്നാൽ കിട്ടിയതനുസരിച്ച് ഇവിടെ ഉണ്ട് pi e−x. അങ്ങനെ എഴുതിയാൽ മതി. എന്നാൽ pi e−x വെൻ x ഗ്രേറ്റർ ദാൻ 0. ഓക്കെ അല്ലേ? ഇനിയോ ഈക്വൽ ടു 0 ആകുമ്പോൾ ആണ് എൻ്റെ മീനിങ് കേട്ടോ. ഈ കിട്ടിയതാണ് എക്സ് 0 ആകുമ്പോഴുള്ള വാല്യൂ ആണത്. ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് കിട്ടിയത് pi by 2. പിന്നെ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ 0. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ. ശരിയല്ലേ? നോക്ക്. ഇത് കുഴപ്പമില്ല. അതുകൊണ്ട് ഓർഡർ മാറിയെന്നുള്ളൂ കേട്ടോ. അത് മുകളിൽ താഴെ വന്നു വന്നുള്ളൂ. അത് കുഴപ്പമില്ല, സെയിമാണ്. ഓക്കെ.